ദിനത്തിന്റെ വാർഷികവും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ചടങ്ങുകൾ നടക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യൽ വണ്ണാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. 222 സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മുടെ ഗവൺമെന്റ് ദേശീയ തലത്തിൽ ആദരിക്കുകയുണ്ടായി. അപ്പൊ അതിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി നമ്മുടെ ഗാന്ധിജിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അപ്പൂപ്പന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൂപ്പന്റെ പേരാണ് ബി ഭാസ്കർ. അതുപോലെ തന്നെ അപ്പൂപ്പനെ ആദരിക്കാൻ ഇവര് സ്പെഷ്യൽ ഒരാളുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയണം. നമുക്ക് അപ്പൂപ്പന്റെ വിശേഷങ്ങൾ കേൾക്കാം. അതിനോടൊപ്പം തന്നെ ആ സ്പെഷ്യൽ ആൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. തമിഴിൽ കണ്ടു കാണുമല്ലേ? എന്നാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വാ.
ആലപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന ഈ ട്രാൻസ്പോർട്ട് ഇല്ല. അന്ന് പ്രൈവറ്റ് ബസ് രാജാറാം പിന്നെ ബില്ലറാം ഇവർ രണ്ട് ഇതൊക്കെ ഈ മുസ്ലിയാര് അങ്ങ് അവരുടെ സ്ഥലത്തിലങ്ങ് എടുത്തു. അപ്പൊ ആ ലൈനിലുള്ള ബസ് ഓടാതെ ഇവിടെ സമരക്കാരെ നേരിടാൻ, പോലീസിനെ കൊണ്ടുവരാൻ അങ്ങനെ സമരം നടത്തി ഇവിടെ പിക്കറ്റിംഗ് ആയി. മുസ്ലിം ഓഫീസിന്റെ ഭാഗത്ത് പിക്കറ്റിംഗ് ആയി. പിക്കറ്റ് ആയപ്പോ പിന്നെ സമരം ആദ്യം അങ്ങ് പരാജയപ്പെട്ടപ്പോ സമരം ഏറ്റെടുത്തത് ഈ AITUC സമരം ഏറ്റെടുത്ത് സുഗത സാർ നേരിട്ട് വന്ന് സമരം നയിക്കുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ റോഡ് പോലും നടക്കാൻ സമ്മതിക്കത്തില്ല. പോലീസ് ഭയങ്കര സ്ട്രിക്റ്റാണ്. അന്ന് പിന്നെ സമരം നടത്തി. ഇപ്പൊ ഇവര് പിന്നെ എന്താ ഈ പോലീസും പട്ടാളവും ഒക്കെ ബസ്സിനകത്ത് കിടന്നുറങ്ങുക. ഞങ്ങളെ പിന്നെ 3-4 വഴിക്കൂടെ ഓരോരുത്തരെ വീതം ഓഫീസിന്റെ വാതിലിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച് കൈ ഞാൻ കുരുത്ത്, മറ്റേ കയ്യിൽ കുരുത്ത് അങ്ങനെ ഞാൻ തരാം. അപ്പൊ കൈ കുറിച്ച് വേദനക്കത്തില്ല, പിടിച്ചു പറിച്ചോണ്ട് പോകാനും ഒക്കത്തില്ല. അങ്ങനെ എന്നെ ഈ കൈ കുരുത്ത് പിടിച്ചെന്നെ ഞാൻ കാലയെ പിടിച്ച് വലിച്ച്. അപ്പൊ ഞങ്ങൾ തോടാൻ പോലെ കിടന്നു 5 പേര്. അങ്ങനെ നേരം വിളിച്ചപ്പോ രാത്രിയില്ലാതെ അപ്പൊ ഈ പോലീസ് എല്ലാം കൂടെ ബസ്സിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ചാടി ഏറ്റിട്ട് വന്ന് ഞങ്ങളെ പിടിച്ചപ്പോ ഞാൻ അപ്പൊ അന്ന് ഈ ഗോപാലൻ മുതലാളി, കാഞ്ഞിക്ക ഗോപാലൻ മുതലാളി, അയാളാണ് ഈ മുസ്ലിയുടെ ഓഫീസിന്റെ വാതില് അത് നേരെ ഓപ്പോസിറ്റ് ഒരു ജവളിക്കട വലിച്ച് എടുത്ത് തന്നെ ഈ ഉടുപ്പിന്റെ ഈ ഇവിടം മുതൽ ഇവിടം വരെ കിട്ടി. അങ്ങനെ ചോരയെല്ലാം ഒഴിച്ച് എന്തായാലും അതിന് വാതിലിൽ കൊണ്ടിട്ട് ഈ തയ്യക്കട ജവളിക്കടയുടെ വാതിൽ മുസ്ലിങ്ങളുടെ വാതിലിൽ നിന്ന് പിടിച്ചെടുത്ത് അവിടെ കൊണ്ടിട്ട്. അപ്പൊ തൊഴിയൊക്കെ പോയി, ചോരയൊക്കെ ഒഴുകി. അങ്ങനെ അന്നാണ് അറസ്റ്റ് ആദ്യമായി വരുന്നത്. തീർപ്പായി. എങ്ങനെ തീർപ്പ്? കശുവണ്ടി തൊഴിലാളിക്ക് ഈ പ്രസവകാല വേതന കൊടുക്കണമെന്നും പിന്നെ 4% ബോണസ് അങ്ങനെ ഒരു ഒത്തുതീർപ്പായി. അങ്ങനെ ആ സമരം പിൻവലിച്ചു. അപ്പൊ ആ സമരം ഈ ചെന്നൈയിലെ പിന്നെ ജവളിക്കടയുടെ അവിടുന്നാണ് അറസ്റ്റ് ചെയ്ത് പോകുന്നത്. 2 ആഴ്ച വരെ ജയിലിൽ കിടന്നുള്ള അന്ന്. കാരണം അന്ന് ജാമ്യത്തിൽ ഇറക്കി. ചെമ്മനും അന്നത്തെ AITUC സെക്രട്ടറി സുഗത സാറ് എല്ലാം കൂടെ വന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില്ല ഞങ്ങളെ ഡൽഹിയിൽ നിന്ന് ഇറക്കി. അങ്ങനെ ആ സമരം കഴിഞ്ഞു. പിന്നെ അതാണ് നമ്മുടെ ആദ്യത്തെ സമരം. പിന്നെ 47-ല് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് ഞങ്ങള് അച്ഛൻ എവിടെയായിരുന്നു? അപ്പം ഡൽഹിയിലായിരുന്നോ? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എവിടെയായിരുന്നു? ഇവിടെ കൊല്ലത്തുണ്ടായിരുന്നോ? അന്ന് പിന്നെ ഈ സാമിലിയിൽ നിന്ന് വേങ്ങശ്ശേരിയിൽ ഭാസ്കരൻ ഉണ്ണിത്താൻ അയാൾ ആ സാമിൽ നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ചെന്ന് അവിടുന്ന് പറഞ്ഞ് ഈ പട്ടിയൽ അർപ്പിച്ച് ഈ ഇതൊക്കെ എഴുതി അങ്ങനെ ഈ എനിക്ക് എന്തൊക്കെ ചെയ്യുന്നു ഇപ്പൊ ഓർമ്മയില്ല. സാരമില്ല. ചാച്ചൻ ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടില്ലായിരുന്നോ മന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ? അപ്പൊ ആ പുരസ്കാരങ്ങൾ ഞാൻ എല്ലാരെയും ഒന്ന് കാണിക്കുവാ കേട്ടോ.
അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഞാൻ എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. ബഹുമാനായ രാഷ്ട്ര എൻ്റെ ഈ ആവലാതികളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്ത് സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ അദ്ദേഹത്തിന് പോയി കാണാൻ പറ്റത്തില്ല, പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത ഞാൻ എന്തായാലും പോയി കാണാനും പോകും. അപ്പം അതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഇതെല്ലാം ആദരവോടുകൂടി അംഗീകരിക്കുന്നു.